ആ ഗുഡ് ഈവനിങ്, നമസ്കാരം. സോണിച്ച, ഈ ജെ കെ ഷെയർ ചെയ്ത ഈ ഒന്നാം തുത്തേനിലെ ഈ ഗ്രിഗോറിയോസിൻ്റെയും ഇഗ്നാത്യോസിൻ്റെയും പേരുകളുണ്ട്. ചൈനീ പറയുന്നുണ്ട്, കാതോലിക്കയുടെ പേരില്ല. ഇദ്ദേഹം ഈ നേരത്തെ ഇവിടെ ഷെയർ ചെയ്തത് ആ തുബ്ദേന് ഇത് 912 മുൻപ് മലയാളത്തിലോട്ട് വിവർത്തനം ചെയ്ത തുബ്ദേനാണേ. അപ്പോൾ കാതോലിക്ക ഇവർ പറയുന്ന പോലെ ഇവരുടെ അണ്ടറിലാണല്ലോ. അങ്ങനെ വരുമ്പോൾ അന്ന് വിവർത്തനം ചെയ്ത ഈ തുബ്ദേനിൽ കാതോലിക്കയുടെ പേര് കാണണ്ടേ? അതെന്താ ഇതില്ലാത്ത? അതുപോലെ തന്നെ 912 കാതോലിക്കറ്റ് സ്ഥാപിച്ചപ്പോൾ നമ്മുടെ പൗരസ്ത്യ കാതോലിക്കയുടെ പേര് തുബ്ദേനെ നമ്മൾ ചേർത്ത് ഓർക്കാൻ തുടങ്ങി. ഇവർക്ക് പൗരസ്ത്യ കാതോലിക്കയുമായിട്ട് എന്ത് ബന്ധമാണ് അപ്പോൾ ഉള്ളത്? കാതോലിക്കറ്റ് സ്ഥാപിക്കുന്നതിന് മുമ്പ് ഈ കാതോലിക്കയുടെ പേര് കാണണ്ടേ? ഗ്രിഗോറിയോസിന്റെ പേരുണ്ട് താനും, അതുണ്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇനിയും ഇവർ അന്നത്തെ കാലത്ത് ഇവരൊരു ആർഗ്യുമെന്റ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നാം തുബ്ദൻ എന്ന് പറയുന്നത് ജീവനോടിരിക്കുന്നവരുടെ പേരാണല്ലോ ഓർക്കുന്നത്. അന്ന് കാതോലിക്ക, ഓക്കെ, അന്നത്തെ ഈ കാതോലിക്ക, ഇവർ ഈ പറയുന്ന അണ്ടറിലുള്ള ഈ കാതോലിക്ക അല്ലെങ്കിൽ മഫ്രിയാന ഇത് ജീവിച്ചിരിക്കുന്നില്ല. ഇങ്ങനൊരാള് അത് നിന്നുപോയി. എന്നാൽ ഗ്രിഗോറിയോസിന്റെ സിംഹാസനം നിന്നുപോയി അല്ലേ? അപ്പൊ ഈ ഗ്രിഗോറിയോസിനെ ഇവർക്ക് അന്നത്തെ ഇതിന് ഈ സിംഹാസനം നിന്നുപോയി ഓർക്കാം, പക്ഷെ കാതോലിക്ക ഇവർ ഓർക്കുകയും ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാച്ചാ? ലൈജു നമസ്കാരം. ലൈജുവിൻ്റെ ചോദ്യം വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഇത് ഇവിടെ റേസ് ചെയ്ത, അതായത് നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത് റേസ് ചെയ്തത് നമ്മളല്ല, ഇത് ജെ കെ ആണ് റേസ് ചെയ്തത്. പക്ഷെ ജെ കെക്ക് ഇത് മുഴുവൻ വായിച്ച് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇല്ല, അല്ലെങ്കിൽ ജെ കെയുടെ പഠിപ്പീര്, അല്ലെങ്കിൽ ജെ കെയുടെ ആൾക്കാർ ജെ കെ പഠിപ്പിച്ചതിൻ്റെ കുഴപ്പമാണ്. മനസ്സിലായോ? വളരെ ക്ലിയറാണ് ഈ കാര്യങ്ങളെല്ലാം. ജെ കെ ഇവിടെ വന്ന് പറയുന്നത് എന്താണ്? കാതോലിക്ക പാത്രിക്കീസിന്റെ കീഴ്സ്ഥാനിയാണ്. ഓക്കെ, നമ്മളൊരു വാദത്തിന് വേണ്ടി അങ്ങ് സമ്മതിച്ചേക്കാം. അപ്പൊ ഈ കീഴ്സ്ഥാനിയുടെ പേര് ഇപ്പോൾ ഒന്നാം തുബദേനിലുണ്ടോ? അവരുടെ കീഴ്സ്ഥാനി ഉണ്ട്. ഒന്നാം തുബദേനിൽ ഞങ്ങളുടെ ഈ പറയുന്ന പാത്രിയർക്കീസും ഈ പറയുന്ന കീഴ്സ്ഥാനിയായിരിക്കുന്ന ഇന്ത്യയിലെ ഈ കാതോലിക്കായും ഇന്ന് ഒന്നാം തുബദേനിലുണ്ട്. നമ്മുടെ ചോദ്യം ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഈ AD 36 മുതൽ ഇന്ന് വരെയുള്ള കാതോലിക്കന്മാരുടെ ലിസ്റ്റും ഉണ്ട് അവന്മാരുടെ. അതിനകത്ത് നമ്മുടെ ഔഗേൻ ബാബയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചോദ്യം ഇത്രേ ഉള്ളൂ, ഒന്നാം തുബദേനിൽ ഈ പറയുന്ന ജെ കെ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്ന ഒന്നാം തുബദേനിൽ ആ കാതോലിക്കയുടെ പേര് എന്തുകൊണ്ടില്ല? നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായി? ചോദ്യം വളരെ ക്ലിയർ അല്ലേ? എന്നാൽ യെരുശലേമിലെ ഗ്രിഗോറിയോസിന്റെ പേര് അതിനകത്ത് ഉണ്ട് താനും. ഇപ്പൊ ഇവന്മാർ യെരുശലേമിലെ ഗ്രിഗോറിയോസിന്റെ പേരും എടുത്ത് മാറ്റി. ഇപ്പോഴത്തെ ഇവരുടെ തുബദേനിൽ യെരുശലേമിലെ ഗ്രിഗോറിയോസ് ഇല്ല, ഈ മപ്രിയാനായും ഈ പാത്രിക്കീസ് മാത്രമേ ഉള്ളൂ. പാത്രിക്കീസായിട്ടും മപ്രിയാന അണ്ടറിലിരിക്കുന്ന മപ്രിയാന ഞങ്ങൾ സമ്മതിച്ചു, അണ്ടറിൽ നിങ്ങൾ ഇരുന്നു. പക്ഷെ ഈ പറയുന്ന 1912 മുമ്പ് ജെ കെ ഇവിടെ ഷെയർ ചെയ്ത വിവർത്തനം ചെയ്ത മലയാളം തുബദേനിൽ ഈ പറയുന്ന അണ്ടറിലിരിക്കുന്ന കാതോലിക്ക എന്തുകൊണ്ടില്ല? അതാണ് നമ്മുടെ ചോദ്യം. അതിനർത്ഥം അങ്ങനെ അണ്ടറിലിരിക്കുന്ന ഒരു കാതോലിക്ക അവരുടെ അണ്ടറിൽ ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിലല്ലേ അതിന് തീർക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? ഇനി അവന്മാർ പറയും ആ അണ്ടറിലിരിക്കുന്ന കാതോലിക്ക അന്നില്ലായിരുന്നു, അന്നത് കാലിയായിട്ട് കിടക്കുമായിരുന്നു. അപ്പൊ ഈ ഗ്രിഗോറിയോസിന്റെ പേരെങ്ങനെ വന്നേ? ഗ്രിഗോറിയോസിന്റെ സിംഹാസനവും കാലിയായിട്ട് കിടക്കുവാണല്ലോ, അല്ലേ? അപ്പൊ ആ ഗ്രിഗോറിയോസിന്റെ പേര് അവിടെ ഉള്ളത് തന്നെ കാണിക്കുന്നത് എന്താണ്? കാലിയായിട്ട് കിടക്കുകയാണെങ്കിലും ഗ്രിഗോറിയോസിന്റെ പേരെ ഓർക്കുന്നത് പോലെ തന്നെ ഈ പറയുന്ന ബെസേലിയോസിന്റെ പേരും ഇവിടെ ഓർക്കപ്പെടേണ്ടതാണ്. അവിടെ ഇല്ല. അതിനർത്ഥം അങ്ങനെ ഒരു കാതോലിക്ക അവരുടെ അണ്ടറിൽ ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. ഇത് ഇപ്പൊ ഇവന്മാർ പറയുന്നത് എന്നറിയോ? ഞങ്ങളുടെ പാത്രിയർക്കീസന്മാരായ ആബൂന്മാർ ഇഗ്നാത്യോസിന് വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും ആബൂന്മാർ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനിക്ക് വേണ്ടിയും എന്നാണ് ഇപ്പോൾ നമ്മൾ വായിക്കുന്നത്. ശരിയല്ലേ? അത് കഴിഞ്ഞ് ഭദ്രാസന മെത്രാപ്പോലീത്തയുടെ പേരും പറയും. ഇതെല്ലാം ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങൾ ഈ ഗ്രിഗോറിയോസിന്റെ പേര് എന്തിനാണ് ഓർക്കുന്നത്? അവിടെ അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ലല്ലോ. ഇതാണ് അവരുടെ വാദം.
നമ്മൾ ശരിക്കും നമ്മുടെ സഭയുടെ വിശ്വാസം അനുസരിച്ച് എന്താണെന്നറിയോ, ഈ സ്ഥാനപ്പേരുകൾ എന്നും നമ്മൾ ഓർക്കും. അവിടെ സ്ഥാനപ്പേര് അവിടെ തന്നെ കാണും. അവിടെ നമ്മൾ അംഗീകരിക്കുന്ന ആളുണ്ടെങ്കിൽ ആ ആളുടെ പേര് ഓർക്കും. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? ഇപ്പം നമ്മൾ ഇഗ്നാത്യോസ് എന്ന് മാത്രമേ ഓർക്കുന്നുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 1912 അബ്ദേനുമശിയ പാത്രിക്കീസിന് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കൊടുത്തൊരു വാക്കാണ്, അന്ത്യോക്യ സിംഹാസനവുമായിട്ടുള്ള സ്നേഹബന്ധം നിങ്ങൾ ഉള്ളിടത്തോളം കാലം അഭംഗുരം തുടരണം. നമ്മുടെ പിതാക്കന്മാർ ആ വാക്ക് കൊടുത്തിട്ടുണ്ട്, അത് ഞങ്ങൾ തുടരും. അതുകൊണ്ട് അദ്ദേഹം അംഗീകൃത പാത്രിക്കീസ് ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ പുള്ളിയെ നമ്മൾ അംഗീകരിക്കത്തില്ലാത്തതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ 1972 മർത്തോമാസിലേക്ക് വട്ടമില്ലെന്ന് പറഞ്ഞാണ് അംഗീകരിക്കാത്തതിന് കാരണം. അത് പോട്ടെ. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് നമ്മൾ ഓർക്കത്തില്ല. എന്നാൽ ആ സ്ഥാനപ്പേര് ഇഗ്നാത്യോസ്, അതായത് ഇഗ്നാത്യോസ് എന്ന് പറയുന്ന ആ സിംഹാസനത്തിൽ എല്ലാ പാത്രിയർക്കീസന്മാരും ഇഗ്നാത്യോസ് ആണ്. അപ്പൊ ആ ഇഗ്നാത്യോസ് എന്നുള്ള പേര് സ്ഥാനപ്പേര് നമ്മൾ ഓർക്കും. ഗ്രിഗോറിയോസ്, അത് യെരുശലേമിലെ പാത്രിയർക്കീസിന്റെ സ്ഥാനപ്പേരാണ്, അദ്ദേഹത്തിന്റെ പേര് നമ്മൾ ഓർക്കും. ബസേലിയോസിന്റെ പേര് ഓർക്കുമ്പോൾ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബ തിരുമേനിക്ക് വേണ്ടിയും, ഞങ്ങളുടെ ഭദ്രാസനം മെത്രാപ്പോലീത്ത ഇപ്പൊ അമേരിക്കയിലാണെങ്കിൽ നിക്കോളാസ് തിരുമേനിക്ക് വേണ്ടിയും എന്ന് നമ്മൾ ഓർക്കും. ഓരോരുത്തരുടെയും പേര് പറയും. അങ്ങനെയാണ് ചട്ടം അവിടെ പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ പാത്രിയർക്കീസന്മാരായ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം പാത്രിയർക്കീസന്മാരാണ്. അതായത് പാത്രിയർക്കീസിന്റെ ഒരേ തുല്യ പദവികളുള്ള തുല്യസ്ഥാനികളാണ്. അതുകൊണ്ടാണ് ആ 3 പേരുടെ പേര് ഒരേപോലെ പാത്രിയർക്കീസന്മാരായ എന്ന് പറയുന്നത്. ഇവന്മാരുടെ വാദത്തിനനുസരിച്ച് രേഖ തിരുത്തുക എന്നുള്ളത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഇവന്മാരിപ്പോൾ തിരുത്തി എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഈ ഒരൊറ്റ എൻ്റെ ആ വോയിസ് ക്ലിപ്പ് മാത്രം കണ്ടാൽ മതി. ആ വോയിസ് ക്ലിപ്പ് ഞാൻ ഇട്ടത് ഈ പറയുന്ന JKയുടെ ഈ പറയുന്ന പോസ്റ്റിന് വേണ്ടിയിട്ടാണ്, പോസ്റ്റിന് എതിരായിട്ടാണ്. അതായത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് JKയാണ്, അല്ല ഞാൻ ഉണ്ടാക്കി പറഞ്ഞല്ല. ഞാൻ ഈ പറഞ്ഞ വാദങ്ങളെല്ലാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വളരെ കറക്റ്റ് അല്ലേ? ഇവര് 1912 മുമ്പ് മലങ്കരയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ സുറിയാനി സഭ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തുബദേനിൻ്റെ അകത്ത് ഈ ഗ്രിഗോറിയോസിന്റെ പേരുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അന്ന് ബസേലിയോസിന്റെ പേരുണ്ടായിരുന്നു, ഇല്ല താനും. അതിനർത്ഥം തന്നെ ഈ ബസേലിയോസുമായിട്ട് ഇവർക്ക് ഒരു ബന്ധവുമില്ല, അത് തന്നെ, വേറെ കൂടുതൽ കാര്യമൊന്നുമില്ല. ഇപ്പൊ പറയുന്നു ഗ്രിഗോറിയോസ് ജീവിച്ചിരിക്കുന്നില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഗ്രിഗോറിയോസിന്റെ പേരെടുത്ത് മാറ്റി. അപ്പൊ നമ്മൾ ചോദിക്കുന്നത്, പിന്നെ അന്ന് ഗ്രിഗോറിയോസ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നോ? ഇല്ലല്ലോ. പിന്നെ അന്നെന്തിനാണ് നീയൊക്കെ ഇത് വായിച്ചുകൊണ്ടിരുന്നത്? അപ്പൊ ഉത്തരമില്ല. ഇവന്മാര് വാ തുറക്കുന്നതേ കള്ളം പറയാനാന്ന് ലൈജുവിനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. അതായത് നമ്മളുടെ സഭ എന്നും സത്യസന്ധമായ കാര്യം മാത്രം പറയുന്നു. ഇവന്മാർ 24 മണിക്കൂറും നുണ മാത്രം വ്യാപാരം ചെയ്യുന്നു. നുണ വ്യാപാരികളാണ്. ദാറ്റ്സ് ഇറ്റ്.